എന്തായാലും തിരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് കോൺഗ്രസിന് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് വിലയിരുത്തലുകൾ. അതിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ആഹ്ലാദ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അനിൽ ബോസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനിൽ ബോസ്, പ്രതിപക്ഷ നേതാവ് വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന പ്രഖ്യാപനം നടത്തുന്നത് കോൺഗ്രസ് വിജയത്തിലേക്ക് എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ്. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം LDFിന് വലിയ തോതിലുള്ള പരാജയം ഉണ്ടാകുമ്പോഴും കോൺഗ്രസിന് വോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ചർച്ച, പ്രത്യേകിച്ച് ഒരു സമുദായ നേതാവുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് നടക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ 100 സീറ്റുമായി വന്നില്ലെങ്കിൽ, മികച്ച വിജയം നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. ഈ ഇന്നത്തെ ഫലം കണ്ടു പറഞ്ഞതല്ല. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുണ്ടെന്ന് കോവിഡ് കാലത്തെ സാഹചര്യങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്, ഏതൊക്കെ രീതിയിലാണ് ഞങ്ങൾക്ക് പരാജയം വന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം നടന്നിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. ത്രിതല പഞ്ചായത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ, നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ, ഞങ്ങൾ എവിടെയാണ് പുറകോട്ട് പോയിട്ടുള്ളത്? ഞങ്ങളെങ്ങും പുറകോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും മുന്നൊരുക്കം നടത്തി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ഞങ്ങൾ നടത്തി മുന്നോട്ട് വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടാന്തരം കയറുകയും ആളുകളോട് ഇടപെടുകയും ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ വലുതാണ്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ്റെയോ നേതാക്കളുടെയോ ഭാഗത്ത് അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ജനങ്ങളുമായി അകൽച്ച ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവുണ്ടാക്കി ആ കൃത്യതയിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. മാത്രമല്ല, സർക്കാർ എല്ലാ കാലത്തും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഞാൻ പല ചാനലുകളിലും പങ്കെടുത്തു. ആ പങ്കെടുക്കുന്ന ചാനലിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി വിജയിച്ച് വിജയശ്രീലാളിതരായി ഇരിക്കുന്നു എന്ന നിലയിലാണ് ഇവരുടെ ചർച്ച മുഴുവൻ പോകുന്നത്. ഇപ്പോഴും ജനങ്ങളുടെ മനസ്സ് മനസ്സിലാകുന്നില്ല. ഈ പാവപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന അതിരൂക്ഷമായ വിലക്കയറ്റം മനസ്സിലാകുന്നില്ല. 9.5 വർഷം ഭരിച്ചിട്ട് സപ്ലൈകോയിൽ ഒരു സാധനമില്ലാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം സപ്ലൈകോയിൽ കൊണ്ട് സാധനം വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അതിദാരിദ്ര്യമില്ലാത്ത കേരളം, എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ്! യാഥാർത്ഥ്യങ്ങളുമായി പുലബന്ധമില്ലാത്ത പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തെ, വിദ്യാസമ്പന്ന സമൂഹത്തെ എക്കാലവും പൊട്ടന്മാരാക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഇത് കഴിഞ്ഞ കുറച്ച് കാലമായി CPM നടത്തുന്ന PR എക്സർസൈസാണ്, മുഖ്യമന്ത്രി നടത്തുന്ന PR എക്സർസൈസാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ടെന്ന്, അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ അവർ അഭിമുഖീകരിക്കുമ്പോൾ, ആ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ലൈഫുമായി മുന്നോട്ട് പോകുമ്പോൾ, കുട്ടികൾ തുടർ വിദ്യാഭ്യാസത്തിന് വിഷമിക്കുമ്പോൾ, ഈ നാട്ടിൽ നിന്ന് പുതിയ തലമുറ പലായനം ചെയ്യപ്പെടുകയാണ് മറു രാജ്യങ്ങളിലേക്ക്. ഇതൊക്കെ കണ്ട് അതിനുവേണ്ടി വിദ്യാഭ്യാസ വായ്പ എടുത്ത് വിഷമിക്കുന്നു. ഈ ഘട്ടത്തിലും CPMന് ആശ്വസിക്കാവുന്ന ചില വിജയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. മന്ത്രി GR അനിലിന്റെ ഭാര്യ R ലതാദേവി വിജയിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചടയമംഗലം ഡിവിഷനിലായിരുന്നു മുൻ MLA കൂടിയായ R ലതാദേവി മത്സരിച്ചത്. അവിടെ ഇപ്പോൾ ലതാദേവി വിജയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന്റെ കരം പിടിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇടതിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചിരിക്കുകയാണ്. 196 വോട്ടുകൾക്കാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ UDF സ്ഥാനാർത്ഥി, പള്ളിക്കൽ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിജയം. 196 വോട്ടുകൾക്കാണ്.